നമ്മൾ ഡിവൈൻ കൗണ്ടർ പാർട്സ് ഒരുപാട് സ്നേഹിച്ചിരുന്നു, ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. ചിലർ സെപ്പറേഷനിലാണ്. മുൻകാലങ്ങളിൽ കിട്ടിയ സ്നേഹം, സംരക്ഷണം ഒക്കെയും ആലോചിച്ച് സങ്കടപ്പെട്ട് കഴിയുന്നവരാണ് ഏറെപ്പേരും. എന്നിരുന്നാലും ഒന്നാലോചിച്ച് നോക്കിയേ, നമുക്ക് ഈ ഡിവൈൻ കൗണ്ടർ പാർട്ടിന് നൽകിയത്, ഈ ഒരു ഡിവൈൻ കണക്ഷൻ നൽകിയത് ഒക്കെയും ഈശ്വരനാണ്. നമ്മളിവിടെ ഓരോ ഇന്നർ വർക്ക് ചെയ്യുമ്പോഴും അതിനാനുപാതികമായ ചേഞ്ചസ് ഡിവൈൻ കൗണ്ടർ പാർട്ടിൽ നൽകിക്കൊണ്ട് നമ്മുടെ ഈ കണക്ഷനെ എപ്പോഴും ഡിവൈൻലി പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നമ്മളെ ഗൈഡ് ചെയ്തുകൊണ്ട് എപ്പോഴും നമുക്ക് സ്നേഹവും സംരക്ഷണവും നൽകിക്കൊണ്ട് കൂടെയുള്ള ഈശ്വരൻ, അദ്ദേഹത്തിൻ്റെ സ്നേഹമല്ലേ പരമമായ സ്നേഹം. ആ സ്നേഹത്തിൽ അലിഞ്ഞു ചേർന്നുകൊണ്ട്, ആ സംരക്ഷണത്തിൽ മതിമറന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ അതല്ലേ പരമമായ ആനന്ദം. അത് ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടില്ല, ഒരിക്കലും നമ്മളെ സെപ്പറേറ്റാക്കി പോവില്ല. സെപ്പറേഷൻ ഈ പ്രോസസ്സിൻ്റെ ഭാഗമാണെങ്കിൽ കൂടി എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളത് ഡിവൈൻ തന്നെയാണ്, ഈശ്വരൻ തന്നെയാണ്. ആ ഈശ്വരന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാൻ സാധിക്കണം. ശിവശങ്കരനെ പിതാവായും ആദിശക്തിയെ മാതാവായും മറ്റ് ദേവഗണങ്ങളെ സഹോദരങ്ങളോ ബന്ധുമിത്രാദികളുമായും മറ്റ് ഡിവൈൻ പവേഴ്സിനെ ഉറ്റവരും ഉടയവരുമായി കണ്ട് നമ്മുടെ കുടുംബം അതാണെന്ന് കണ്ട് ആ കുടുംബത്തിൻ്റെ സ്നേഹവും സംരക്ഷണവും ആവോളം ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ അതാണ് പരമമായ സന്തോഷം. അതിനുശേഷം നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നിങ്ങൾക്ക് തന്നെയാണ്. എത്രയായാലും നമ്മളൊരു ഹ്യൂമൻ ബീയിങ് തന്നെയാണ്, നമുക്ക് പ്രയോറിറ്റി കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടിന്, അതിനും ശേഷം നമ്മുടെ ചുറ്റിലുമുള്ള ബന്ധുക്കൾ, മിത്രങ്ങൾ, മറ്റ് എല്ലാ ചരാചരങ്ങൾക്കും ഒരൊറ്റ തട്ടിൽ തന്നെ അവരെയും കാണണം. അങ്ങനെ മുന്നോട്ട് പോയാൽ നമുക്ക് ഡിവൈനിൽ നിന്ന് കിട്ടുന്ന ആ സ്നേഹവും സംരക്ഷണവും നമ്മളിലേക്കും പിന്നീട് നമ്മുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടിലേക്കും പിന്നെ നമ്മുടെ ചുറ്റിനുമുള്ള എല്ലാവരിലേക്കും സ്പ്രെഡ് ചെയ്ത് ആ ഒരു ഡിവിനിറ്റിയോട് കൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങൾ കോണ്ടാക്റ്റിലുണ്ടെങ്കിലും, ഡിവൈൻ കൗണ്ടർ പാർട്ടുമായിട്ട് കോണ്ടാക്റ്റിലുണ്ടെങ്കിലും ശ്രദ്ധിക്കുക, ഡിവൈന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാൻ. മിക്കവാറും കോണ്ടാക്റ്റിലുള്ളപ്പോഴാണ് ഈ പ്രയോറിറ്റീസ് ചേഞ്ച് ആകുന്നത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. Divine is the first priority, and the second one is you, and the third one is your divine counterpart, and the fourth one is the all living beings.